നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ നോട്ട് നിരോധനം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് രാജ്യത്തെ കള്ളപ്പണക്കാരാണെന്ന് ഷാഫി പറമ്പിൽ MLA. തൃശൂർ കോലഴി എക്സൈസ് റേഞ്ചിൽ കഞ്ചാവ് വേട്ട തുടരുന്നു. ദേശീയപാതയിൽ രണ്ടിടങ്ങളിലായുണ്ടായ വാഹനാപകടങ്ങളിൽ 5 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ നോട്ട് നിരോധനം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് രാജ്യത്തെ കള്ളപ്പണക്കാരാണെന്ന് ഷാഫി പറമ്പിൽ MLA. സർക്കാരാകുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ. സർക്കാർ ഇറക്കിയ നോട്ട് വെള്ളത്തിൽ മുക്കി ഒന്നും ഇങ്ങനെ ആക്കിയ അതിന്റെ മഷി പോരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് രണ്ടും നോക്കുമ്പോൾ ഈ മഷി പോരുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതല്ലേ കള്ളനോട്ട് എന്ന് ചോദിച്ചു. ഇപ്പൊ BJP-ക്കാർ പറയും MLA തെറ്റിപ്പോയി, ഇതാണ് ഒറിജിനൽ നോട്ട്, മഷി പോരാത്തതാണ് കള്ളനോട്ട്, MLA ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കള്ളനോട്ടടിക്കാരൻ വിചാരിച്ചെന്ന സർക്കാരല്ല അത്യാവശ്യ നിലവാരത്തിലൊക്കെ അടിക്കില്ല. ഇയാൾ എല്ലാ തള്ളലും വിശ്വസിച്ചിട്ടാണോ എന്തോ. ഡൽഹിയിലൊക്കെ ഇപ്പോ ചില വാതിലുണ്ടല്ലോ, നമ്മുടെ ഈ ഗ്ലാസിന്റെ വാതിൽ, അതിന്റെ അവിടെ പുഷ് എഴുതുന്നതിന് പകരം മോഡി എന്ന് എഴുതിച്ചു. ഞാൻ ഈ കട മോഡിയുടെ സ്വന്തം ആരാധന, നല്ല അയാൾ പറയുന്നത് തള്ളുക എന്നുള്ള അർത്ഥത്തിന് പകരം ഇതാണ് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊള്ളാലോ, വേറെ എന്താ ആവശ്യം വെച്ചപ്പോ വണ്ടി കയറുന്നുണ്ട് ഒരു സ്ഥലത്ത് കൂടെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇങ്ങനെ യൂട്ടേണിന്റെ ഉണ്ടല്ലോ, ആ യൂട്ടേൺ എടുക്കുന്ന സ്ഥലത്ത് അയാൾ മോഡി എന്ന് എഴുതി. ഞാൻ ഇതെന്താന്ന് ചോദിച്ചു. അല്ല ഇയാൾ പറഞ്ഞതെല്ലാം വിശ്വാസം മാറ്റി പറഞ്ഞല്ല, അതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കുന്നതിന് പകരം പുള്ളിയുടെ വെച്ചാൽ പറ്റില്ല. അപ്പൊ ഈ തള്ളുക എന്നുള്ള അർത്ഥത്തിലുണ്ട്. അവൻ അത് 2000 നോട്ടിന്റെ കള്ളനോട്ടാവോ എത്രയും പെട്ടെന്ന് അടിച്ച്. മാത്രമല്ല അവൻ ഇയാളോട് വലിയ കള്ളനോട്ടടിക്കാരൻ ഇപ്പൊ വലിയ സന്തോഷമാണ്. മറ്റേത് അവന് 1 ലക്ഷം രൂപയുടെ കള്ളനോട്ട് അടിക്കണമെങ്കിൽ 100 നോട്ട് അടിക്കണത് ചെലവല്ലേ. കടലാസ് വേണം, ഇതിൽ പറയുന്ന മറ്റേ കുന്തം വേണം, കുന്തറാട്ടം വേണം. ഇത് കണ്ട സർക്കാരിന്റെ നോട്ട് പോലെ തന്നെ ഇരിക്കണ്ടേ. ഇപ്പൊ അവൻ ദൈവത്തോട് നന്ദി പറയാ, വലുപ്പവും കുറഞ്ഞു, 50 എണ്ണം അടിച്ചാൽ മതി, 1 ലക്ഷം റുപ്യ കിട്ടും എന്നുള്ളത് കുറച്ചും കൂടെ ലാഭമായി അവന്റെ കച്ചവടം. ഇനി കള്ളപ്പണക്കാരൻ എന്താ പ്രയാസം? നമുക്ക് ഒരാഴ്ച 24,000, 10 ആഴ്ച നിന്നാൽ 2,40,000, 100 ആഴ്ച നിന്നാൽ 2,24 ലക്ഷം. പിന്നെയും കുറെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 1000 ആഴ്ച നിന്നാൽ നിങ്ങൾക്ക് 24 കോടി കിട്ടും. BJP-യുടെ നേതാക്കന്മാര് ഈ നോട്ട് ഇറക്കിയതിന്റെ 7ാം ദിവസം ഒരു റെയ്ഡ് ചെയ്തപ്പോൾ ഒറ്റയടിക്ക് 24 കോടി അവന്റെ കയ്യിൽ കിട്ടും. പുതിയ 2000-ന്റെ നോട്ട് നിങ്ങൾക്ക് 24,000, അവർക്ക് ഒറ്റ ആഴ്ച കൊണ്ട് 24 കോടി. എന്തൊരു സമാനത നിങ്ങൾ ആലോചിച്ച് നോക്കണം. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് പോകുന്നത്. കള്ളപ്പണക്കാരനും എളുപ്പമാണ് സാറേ. കള്ളപ്പണക്കാരനും ഇപ്പൊ അത് കൊണ്ടു നടക്കണമെങ്കിൽ 10 ലക്ഷം റുപ്യ കൊണ്ടു നടക്കണമെങ്കിൽ അന്ന് 1000 നോട്ട് കൊണ്ടു നടക്കണം. ഞാൻ 500 എണ്ണം കൊണ്ടുവരുന്ന ഒരു കട്ടിയില്ല, കനവുമില്ല, ഒരു ചെറിയ കടലാസ്, അത് കൊണ്ടിടുന്ന അവരും സൗകര്യമായി. അപ്പോഴാണ് പറയുന്നത് മൂപ്പര് 50 ദിവസത്തിന്റെ ഇടയിൽ അപ്പോഴാണ് എടുത്ത് വേറൊരു ഐഡിയ മൂപ്പർക്ക് വന്നു. ഇതിനെ നേരിടാൻ ഞാൻ 3 ഐഡിയ പറയാം. എന്തൊക്കെയായിരുന്നു 3 ഐഡിയ പറഞ്ഞത്? 1, ഇനി മുതൽ നിങ്ങൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ചില്ലറയുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇനി സംഘടിതമായി സാധനം വാങ്ങാൻ പോയാൽ മതി, ഒറ്റക്കൊറ്റക്ക് പോണ്ട. എന്റെ പേരിൽ 100 ഗ്രാം വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ ഞാനൊരു ബസ് വിളിച്ചിട്ട് നാട്ടിൽ നിന്ന് എല്ലാവരും വെളിച്ചെണ്ണ മണ്ഡലത്തിൽ ഇതിൽ കയറി മറിഞ്ഞ് അതിൽ കയറ്റിട്ട് എന്റെ 2000 കൊണ്ട് പോയിട്ട് ഇത്തവണ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അടുത്ത 50 തവണ നിങ്ങളെ 2000 കൊണ്ട് വെളിച്ചെണ്ണകൾ എനിക്ക് വാങ്ങി തരണട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുടുംബസംഗമം വിളിച്ചിട്ട് വെളിച്ചെണ്ണ വാങ്ങാൻ പോകാൻ പറ്റൂ. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി മതിലകത്ത് സംഘടിപ്പിച്ച യുവാക്കൾക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത് എന്ന വിഷയത്തിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് സരിത എന്ന് പറഞ്ഞു നടന്നിരുന്നവർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് അരിത എന്ന് ചോദിച്ചു നടക്കുകയാണെന്നും ഷാഫി പറമ്പിൽ പരിഹസിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK നസീർ അധ്യക്ഷത വഹിച്ചു. PA ഷാഹിർ, CS രവീന്ദ്രൻ, സുനിൽ ലാലൂർ, PH മഹേഷ്, ശോഭ സുബിൻ, VA ആഷിഫ്, PK ഷംസുദ്ദീൻ, സജയ് വയനപ്പള്ളി തുടങ്ങിയവരും സംസാരിച്ചു. തൃശൂർ കോലഴി എക്സൈസ് റേഞ്ചിൽ കഞ്ചാവ് വേട്ട തുടരുന്നു. കോലഴി എക്സൈസിന്റെ കഞ്ചാവ് വേട്ടയിൽ ഒരാൾ കൂടി പിടിയിലായി. വിയൂർ പാമ്പൂർ റോഡിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ വരാപ്പുഴ സ്വദേശി കിരണിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും 1100 ഗ്രാം കഞ്ചാവും എക്സൈസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ കോലഴി വിയൂർ മേഖലയിൽ കഞ്ചാവിന്റെ അമിത ഉപയോഗവും വിൽപ്പനയും കൂടുന്നുവെന്ന പരാതിയെ തുടർന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കോലഴി എക്സൈസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്.
കോഴിക്കുന്ന് മേഖലയിലേക്കായിരുന്നു ഇയാൾ കഞ്ചാവ് കടത്തിപ്പോന്നതെന്ന് അനുമാനിക്കുന്നു. കഴിഞ്ഞ ദിവസവും 1.5 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ കോലഴി എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ആലുവ സ്വദേശികളായ അമർനാഥ്, ആകാശ് എന്നിവരാണ് മുളങ്കുന്നത്തുകാവ് പരിസരത്ത് വെച്ച് പിടിയിലായത്. കഴിഞ്ഞ 3 മാസക്കാലയളവിൽ കോലഴി എക്സൈസ് സംഘം 11 കഞ്ചാവ് ചെടിയടക്കം 5 കിലോയിലേറെ കഞ്ചാവും പിടികൂടിയിരുന്നു. കോലഴി മേഖലയിൽ അമിതമായി കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും നടക്കുന്നതായുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു. ദേശീയപാത 17 കയ്പമംഗലം വഴിയമ്പലത്ത് ഓട്ടോയും കാറും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർ ഇരിങ്ങാലക്കുട ആളൂർ നാറാണത്ത് വീട്ടിൽ ഷിജു, സൈക്കിൾ യാത്രികനായ കൊപ്രക്കളം പുത്തൂർ വീട്ടിൽ വേണുഗോപാൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ 3 വീടികയിലെ ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്പയാറിലേക്ക് പോവുകയായിരുന്ന കാറിന് പിറകിൽ ഓട്ടോ ഇടിച്ച് മറിഞ്ഞ് സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 10:30യോടെയായിരുന്നു അപകടം. തൃപ്പയാറിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് കാൽനട യാത്രികയായ വീട്ടമ്മയ്ക്കും ബൈക്ക് യാത്രികരായ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. കാൽനട യാത്രിക നാട്ടിക സ്വദേശി ശിവഗിരിയുടെ ഭാര്യ സുലേഖ, ബൈക്ക് യാത്രികരായ പഴുവിൽ സ്വദേശി പാണ്ടാരിക്കൽ റിതു, തളിക്കുളം സ്വദേശി പോക്കക്കിലത്ത് അബു സാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 5:15 തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയ പാതയിലായിരുന്നു അപകടം. കിഴക്ക് ഭാഗത്തു നിന്നും സീബ്ര ലൈൻ മുറിച്ചു കടക്കുകയായിരുന്ന വീട്ടമ്മയെ തെക്ക് ഭാഗത്തു നിന്നെത്തിയ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. സാരമായി പരിക്കേറ്റ 3 പേരെയും തൃപ്പയാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ ഇരുചക്രവാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും അമിത വേഗത്തിൽ പോകുന്നത് ഒട്ടേറെ അപകടങ്ങൾക്കാണ് ഇടവരുത്തുന്നതെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. തനിക്കെതിരെ ചുമത്തപ്പെട്ട രാജ്യദ്രോഹ കുറ്റം പിൻവലിക്കുക, UAPA നിയമം കേരളത്തിൽ നടപ്പാക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഴുത്തുകാരൻ കമൽ സി ചവറ സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ നടത്തുന്ന പട്ടിണി സമരം 3ാം ദിവസം തുടരുന്നു. കമൽ സി ചവറയുടെ നോവലിൽ ദേശീയ പതാകയെ അപമാനിക്കുന്ന പരാമർശം ഉണ്ടെന്നും അത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചുവെന്നും ആരോപിച്ചാണ് ഇയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് കേസ് പുനഃപരിശോധിക്കാമെന്ന് സംസ്ഥാന പോലീസ് മേധാവി പ്രഖ്യാപിച്ചെങ്കിലും തനിക്ക് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കമൽ സി പറഞ്ഞു. എഴുത്തുകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയം ആയതിനാലാണ് സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ സമരം നടത്തുന്നതെന്നും വിവിധ സംഘടനാ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കമൽ സി പറഞ്ഞു. ചിത്രാപ്പനി ഹൈസ്കൂൾ റോഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PA അബ്ദുൽ ജലീൽ, ഗീതാ മോഹൻദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് P ശിവരാമൻ, ഹരിദാസ് ആലേക്കാരൻ, അബ്ദുൽ ചന്ദ്രാപ്പിനി, KC ദേവൻ, PA അബ്ദുൽ സലീം എന്നിവരും സന്നിഹിതരായിരുന്നു. ആലേക്കാരൻ ഗ്യാസ് ഏജൻസിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിത് നൽകിയത്. കയ്പമംഗലം MIC OUP സ്കൂളിൽ ഹലോ ഇംഗ്ലീഷ് എന്ന പ്രോഗ്രാം PTA പ്രസിഡന്റ് ഷമീറ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ES ദീപ അധ്യക്ഷത വഹിച്ചു. KC ഹേമ, KV ലിസി എന്നിവരും സംസാരിച്ചു. K നന്ദൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കുറെ കാലങ്ങളോളം ഈ സാധനം കുറേശ്ശെ അരിച്ചിറങ്ങിയിട്ട് സംഭരിക്കപ്പെടുന്ന ജലമാണ് നമ്മൾ ഭൂഗർഭ ജലം എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ ഭൂഗർഭ ജലം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് ആൾക്കാർ പൈപ്പ് താഴ്ത്തേക്ക് ഫിൽട്ടർ ചെയ്യണം, അല്ലേ? എല്ലാ വീട്ടിലും പൈപ്പ് ഫിൽട്ടർ ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 കൊല്ലം കൊണ്ട് സംഭരിക്കപ്പെടുന്ന വെള്ളം ഒറ്റയടിക്ക് പോകണം. അപ്പോൾ ഇത്തരത്തില് നമ്മൾ പ്രകൃതിയെ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി എന്ത് ചെയ്യും? പ്രകൃതിയുടെ അമ്മയെ പോലെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി അമ്മ എല്ലാം സഹിക്കുന്നുണ്ട്, പ്രകൃതി അതുപോലെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സിനിമകൾക്കായി ഫിലിം സൊസൈറ്റികളും സാംസ്കാരിക സംഘടനകളും ഉണ്ടെങ്കിൽ പ്രദർശിപ്പിക്കുവാൻ തിയേറ്ററുകൾ കിട്ടാത്ത സാഹചര്യമാണുള്ളതെന്ന് സംവിധായകൻ MP സുകുമാരൻ നായർ. ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാനൊരു സിനിമ കൊട്ടക എന്ന് മുമ്പ് പറഞ്ഞ, അല്ലെങ്കിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഒരു സിനിമ തിയേറ്റർ എന്ന് പറയുന്ന അതിനകത്ത് നിന്ന് സിനിമയെ പറ്റി പറയാൻ കഴിയുന്നു, അല്ലെങ്കിൽ സിനിമയുടെ ഒരു പ്രദർശന ദിവസങ്ങളെ വരാൻ പോകുന്ന ദിവസങ്ങളെ പറ്റി പറയുന്നു എന്നുള്ളത് തീർത്തും അഭിമാനകരമാണ്. കാരണം ഇന്ന് കേരളത്തിൽ നമ്മൾ പല ഫിലിം സൊസൈറ്റികളുടെ ഉദ്ഘാടനത്തിനോ അല്ലെ അതിനോടനുബന്ധിച്ച് നമ്മുടെ പടം കാണിക്കാനോ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കൊരു തിയേറ്റർ സൗകര്യം കിട്ടില്ല. കാരണം ശബ്ദം ശരിയല്ലാത്ത, അല്ലെങ്കിൽ വെളിച്ചം ശരിയല്ലാത്ത ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ സിനിമ കാണിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ സാംസ്കാരികമായ
സംഘടനകളും ഒക്കെ തന്നെ. അതിൻ്റെ പ്രധാന കാരണം വലിയൊരു തുക കൊടുത്ത് ഒരുപക്ഷെ തിയേറ്റർ തിരുവനന്തപുരത്ത് പോലും ഇന്ന് മുമ്പൊക്കെ അതിനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ തൃപ്പയാർ ശ്രീരാമ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച സിനിമകൾ പ്രേക്ഷകന് കാണിച്ചു കൊടുക്കേണ്ടത് സിനിമയെ സ്നേഹിക്കുന്നവരുടെ കടമയാണെന്നും MP സുകുമാരൻ പറഞ്ഞു. രാമു കാര്യാട്ടിനെയും സേതുമാധവനെയും മാറ്റി നിർത്തിയാൽ മലയാള സിനിമയിൽ ശൂന്യത വ്യക്തമാണെന്ന് രാമു കാര്യാട്ട് അനുസ്മരണം നടത്തിയ PN ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള പഠനങ്ങൾ പുതിയ തലമുറയ്ക്ക് നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ സ്നേഹലിജി ഫെസ്റ്റിവൽ സന്ദേശം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു അധ്യക്ഷയായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, ചെറിയാൻ ജോസഫ്, മേക്കപ്പ് മാൻ സന്തോഷ് ബാബു, കേച്ചേരി, KS സുശീൽ, AV പ്രദീപ് ലാൽ എന്നിവരും സംസാരിച്ചു. തുടർന്ന് മാൻഹോൾ സിനിമയുടെ പ്രദർശനം ഉണ്ടായിരുന്നു. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലെ 14 സിനിമകളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുക. ഇടവേള.